എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം: യഥാ ഖനൻ ഖനിത്രേണ ഭൂതലേ വാരിവിന്ദതി തഥാ ഗുരുഗതാം വിദ്യ ശുശ്രൂഷുരധിഗച്ഛതി. അഗാധമായ കുഴിയുണ്ടാക്കിയിട്ട് വെള്ളം കണ്ടെത്തുന്നത് പോലെയാണ് ഗുരുവിൻ്റെ വാക്കുകൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി വിദ്യ ആർജിക്കണം. ഒരു ഗുരുനാഥൻ്റെ അടുത്തിരുന്ന് വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ ക്ഷമയോടുകൂടി മനസ്സിലാക്കിയാൽ ശ്രേഷ്ഠത കൈവരിക്കും എന്നാണ് ഇവിടെ പറയണത്. നമ്മൾ സാധാരണയായിട്ട് വെള്ളം കണ്ടെത്താൻ വേണ്ടി കുഴി കുഴിക്കാറുണ്ട്. വെള്ളം കണ്ടെത്തുന്നത് വരെ കുഴി കുഴിച്ചുകൊണ്ടേയിരിക്കും. സാധാരണ ചിലയിടങ്ങളിലൊക്കെ വെള്ളം കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. കിണറൊക്കെ കുഴിക്കാറ് പതിവുണ്ടല്ലോ. അപ്പോൾ എത്രത്തോളം കുഴിച്ചാലാണോ വെള്ളം നമുക്ക് ധാരാളം കിട്ടുക, അത്രത്തോളം കുഴിച്ച് വെള്ളം എടുക്കുന്നത് പോലെ തന്നെയാണ് ഗുരുനാഥൻ്റെ അടുത്തിരുന്ന് വളരെ ക്ഷമയോടുകൂടി നമുക്ക് എത്രത്തോളം അറിവുകൾ നേടാൻ സാധിക്കുമോ അത്രത്തോളം അദ്ദേഹത്തിൽ നിന്ന് അറിവുകൾ നേടുക. ഇവിടെ ശുശ്രൂഷ എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രോതും ഇച്ഛ ശുശ്രൂഷ, കേട്ട് പഠിക്കുക. നമ്മളൊക്കെ സാധാരണ വായിച്ച് പഠിക്കുക എന്നൊക്കെയാണ്. പക്ഷെ പണ്ടൊക്കെ ഒരു ഗുരുകുല സമ്പ്രദായത്തിലൊക്കെ എഴുത്ത് എന്നുള്ള തരത്തിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് ഗുരു പറയുന്നതായ വാക്കുകൾ നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് നിരന്തരമായിട്ടുള്ള ഗുരുക്കന്മാരുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ ശ്രേഷ്ഠത കൈവരിക്കുവാൻ വേണ്ടി സാധിക്കും എന്നതിന് ഉതകുന്ന ഒരു സുഭാഷിതമാണ് ഈ ഒരു ശ്ലോകം. യഥാ ഖനൻ ഖനിത്രേണ ഭൂതലേ വാരിവിന്ദതി തഥാ ഗുരുഗതാം വിദ്യ ശുശ്രൂഷുരധിഗച്ഛതി. നന്ദി, നമസ്കാരം.